ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അതും ഒരു കുക്കിംഗ് വീഡിയോ. നേരത്തെ അന്ന് ബക്ക ചിക്കൻ ഉണ്ടാക്കിയാണൊക്കെ ഒരു പുതിയ വീഡിയോ ആണ്, പുതിയ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസയാണ്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നുള്ള പിസയല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പിസയാണ്. കുറച്ച് വേസ്റ്റ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലേ, കുറച്ച് നാൾ ഉപയോഗിച്ച കുറച്ച് ബ്രെഡ് കയ്യിലിരിപ്പുണ്ടായിരുന്നു. ഇപ്പം ബ്രെഡും കുറച്ച് മുട്ടയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പിസ്സ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയാലോ? വീഡിയോയിലേക്ക് നമ്മൾ കൂട്ടാൻ പോവുകയാണ്. വിറകും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വിറക് വെച്ചിട്ട് അടുപ്പൊറ്റിക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 എടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് 9 പീസായിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ഇപ്പം 9 പീസ് അധികമായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി സെപ്പറേറ്റ് എടുത്ത് വെക്കണം. നമുക്ക് ഇതൊന്ന് 9 പീസാക്കി മാറ്റാം അല്ലേ? മാറ്റാം. ഗായ്സ്, അപ്പോൾ നമ്മൾ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം മുട്ട എടുത്തിട്ടുണ്ട്, മുട്ടയായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള എടുത്തിട്ടുണ്ട്, സവാള ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരു 10 രൂപ ആവത്തുള്ളൂ. അത് എല്ലാവർക്കും മേടിക്കാൻ കിട്ടുന്നേ ഉള്ളൂ. പച്ചക്കറി കടയിലെല്ലാം കിട്ടുന്നതാണ്. ഒരു എരിക്ക് വേണ്ടി മാത്രമാണ് ഇട്ടേക്കുന്നത്. ബാക്കിയെല്ലാം സെറ്റ് ആയിക്കൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 3 മുട്ടയാണ് ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കേണ്ട ഒരു പരിപാടിയുണ്ട് അല്ലേ? പൊട്ടിക്കണം. യെസ്, നമുക്ക് ആദ്യമേ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഇച്ചിരി കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇടണം. കാരണം എന്ന് വെച്ചാൽ നല്ല മധുരത്തോടെ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കണം. അതൊരു 1 ടേബിൾ സ്പൂൺ മതി. ഇതിപ്പോൾ വലിയ സ്പൂണായതുകൊണ്ടാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിളപ്പിച്ച പാലം എടുക്കാം, അല്ലാത്ത കടയിൽ നിന്ന് മേടിക്കുന്ന കവർ പാലം എടുക്കാം. നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് എടുത്തേക്കുന്നത്. ഒഴിച്ച് നോക്കാം. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മിക്സിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. അത് ചെയ്ത് കൊടുക്കുക അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് നേരത്തെ ഇപ്പം എടുത്ത് ഇട്ടതിനകത്തോട്ട് നമ്മൾ ഇനിയിപ്പം മിക്സ് ചെയ്തിടുക. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരുന്ന പാലും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിച്ചതിനകത്തോട്ട് ബ്രെഡ് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമുക്ക് ഇനിയും പാൽ ആവശ്യം വരും. സാധനം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ പരുവത്തിനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വരുമ്പോൾ നമ്മൾ പാനിനകത്ത് വെക്കുക, അടച്ച് വെക്കുക, അല്ല വെച്ചിട്ട് നമ്മൾ മറ്റേ റൗണ്ട് ഷേപ്പിന് എടുത്തിട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ചൂടാക്കുക. അപ്പോഴത്തേക്കൊരു നല്ലൊരു നമ്മുടെ ദോശ കണക്കൊക്കെ ആവും. ദോശയല്ല, അത് സൂപ്പറായിട്ട് സാധനം കിട്ടും. അതിനകത്ത് നമ്മുടെ ഈ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് നമ്മുടെ പിസ്സയുടെ കാര്യങ്ങളെല്ലാം കിട്ടും. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ വീഡിയോക്കകത്ത് പറയാം. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് വന്നിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇച്ചിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. യെസ്. അപ്പോൾ അതിനകത്തുള്ള ഇച്ചിരി വെള്ളങ്ങളൊക്കെ ഒന്ന് പോകണം. ആ സമയം വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിനോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും ആവുന്ന രീതിക്ക് നമുക്കൊന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം. ഗായ്സ്, എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മളെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് വട്ടത്തിന് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത രീതിയിൽ തന്നെ. അടച്ചൊക്കെ ഒരു പാത്രം കൂടി കാണാൻ പറ്റും. ഗായ്സ്, അപ്പോൾ നമ്മുടെ സാധനം ആദ്യത്തെ ഭാഗം സെറ്റ് ആയിട്ടുണ്ട്. ഒരു വർഷം കിഡുമായിട്ട് വന്നിട്ടുണ്ട്. കണ്ട പൊങ്ങി വന്നിട്ടുണ്ട്. നോക്കി കാണാം. നേരത്തെ ഒഴിച്ചതിനെക്കാട്ടി ഇത്തിരി കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഇത് തിരിച്ചിടണം. അത് വീണ്ടും നമ്മൾ ബട്ടർ ഇട്ട് ചെയ്ത പോലെ തന്നെ തിരിച്ചിടണം. അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനകത്ത് തന്നെ സോസും മറ്റു കാര്യങ്ങളും നമ്മുടെ ഈ ഉള്ളിയും ബാക്കി കാര്യങ്ങളും ഇട്ടിട്ട് വേണം തിരിച്ചിടാൻ. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം. ഗായ്സ്, നമുക്ക് ഇനി നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന സാധനം നമുക്ക് ഈ പാത്രത്തിലോട്ട് ആകണം. അപ്പോൾ നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലോട്ട് നോക്കണം. ഓക്കെ, ഇനി ആ പാത്രം എടുത്ത് മാറ്റിയാൽ മാത്രം മതി. ഗായ്സ്, അപ്പോൾ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഈ വീണ്ടും എടുത്ത പാത്രത്തിനകത്തോട്ട് നമ്മൾ ബട്ടർ തേക്കുക. നമ്മൾ നേരത്തെ വെച്ച ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം എടുത്തിട്ടായി. എന്നിട്ട് വേണം ബാക്കി സോസും മറ്റു കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യാൻ. ഗായ്സ്, അപ്പോൾ നമ്മൾ സാധനം നമ്മുടെ ബട്ടർ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പം നേരത്തെ ഈ ഭാഗമായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഭാഗം എടുത്ത് കമത്തുക. എന്നാലും നമ്മൾ പിസയുടെ മറ്റേ ഈ ഇങ്ങനെ പൊങ്ങി ഒരു ബൾജൊരു ഭാഗം കിട്ടത്തുള്ളൂ. അതിനകത്ത് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ബട്ടർ തേക്കുമ്പോൾ നമ്മളെല്ലാ സൈഡും ഒക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബട്ടർ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എടുത്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇനി അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് പിന്നെ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഗായ്സ്, നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. നമുക്ക് നല്ല വൃത്തിക്ക് അത് എല്ലായിടത്തും തേച്ച് കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടും. എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കണം. എത്ര സോസിൽ അത്ര സോസ് ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് മതി. കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ഒഴിക്കാം. നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗായ്സ്, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. മറ്റേ നമ്മുടെ ക്യാപ്സിക്കം, അതേ കണക്ക് തന്നെ ഉള്ളി, അതേപോലെ തന്നെ തക്കാളി എല്ലാം എടുത്ത് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഇതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക. ഉള്ളി ആവശ്യത്തിന് ഇടാം. കുറഞ്ഞാലും അല്ല, കുറയരുത്, കൂടണം. നല്ല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇടാനുള്ളത് കുറച്ച് സവാളയാണ്. സവാള അല്ലേ ഇട്ടെ, തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി, അയ്യോ തെറ്റിപ്പോയല്ലേ. തക്കാളി നമുക്ക് ഓരോ സൈഡിനകത്തോട്ട് ഇടാം. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്തും പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം നമുക്ക് ഡിസൈനിൽ തന്നെ വെച്ച് കൊടുക്കാം.
ഗായ്സ് ഇനി നമുക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ചീസ് ഇട്ട് കൊടുക്കണം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ വലിക്കുമ്പോൾ മറ്റേ ഇങ്ങനെ വരണം. അത് വരുമോന്ന് അറിയത്തില്ല, എന്തോലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ചീസല്ല നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തോ ആവുമെന്ന് അറിയത്തില്ല, എന്തുവരെ നമുക്ക് നോക്കാം. ഗായ്സ് അപ്പൊ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഗായ്സ് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. യെസ്, നീ പിസ്സ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു പിസ്സ കഴിക്കാൻ പോകുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇച്ചിരി കൂടി കൂടും. ഗൈസ് അപ്പൊ നമ്മൾ ചീസ് ഇട്ടപ്പോഴത്തേക്കും ചെറുതായിട്ട് താഴോട്ട് കരിഞ്ഞു വരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മുറിച്ച് സെർവ് ചെയ്ത് കഴിച്ചു പോകണം. മുറിച്ച് നോക്കാം. സോസ് കൂടി പോയല്ലേ? യെസ്, കുഴപ്പമില്ല. ഗായ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉള്ള സാധനം നമുക്കൊരു പീസ് എടുക്കാം. ഇവിടുന്ന് എടുക്കാം. അത്യാവശ്യം വാ സൂപ്പർ സാധനമാണ് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല, അടിപൊളി. കാരണം വീട്ടിലിരിക്കുന്നവർക്ക് കിട്ടുമായിട്ട് ഉണ്ടാക്കണം. എനിക്ക് തക്കാളി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി മാറ്റിയത്. ബാക്കിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയായിട്ട് നമ്മൾ ഇനി വീണ്ടും വരും. അതുവരെ വെന്ത് പോലും കാണത്തില്ല. അത് എന്ത് കാണും? നീ കഴിയോ ഉണ്ടോ എന്റെ